കുറച്ച് ദിവസമായിട്ട് പത്തിരിയും കറിയും അങ്ങനെയൊക്കെ തന്നെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റൈസ് റെസിപ്പി ആയാലോ. നോമ്പൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പറ്റിയിട്ടില്ല, നല്ല മൈൽഡ് ഫ്ലേവറൊക്കെ ആയിട്ട് അധികം മസാലക്കുത്തൊന്നും ഇല്ലാത്ത നല്ല സ്പെഷ്യൽ റൈസാണ് കേട്ടോ, മുറാദാബാദ് ബിരിയാണി. അപ്പോൾ അതിനായിട്ട് ഈ ഒരു വലുപ്പത്തിലുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാലാസ്, വലിയ ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, മുഴുവനെയുള്ള മല്ലി, പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു സവാള, ആവശ്യത്തിനുള്ള ഉപ്പ്, മസാലയെല്ലാം ഒരു ടീസ്പൂൺ വീതം എടുക്കുക കേട്ടോ. ഇത്രയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട്, വെള്ളം കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തോ, നമുക്ക് സ്റ്റോക്ക് ആവശ്യമുണ്ട്. ഇനി ബീഫ് ഒന്ന് വെന്ത് വരട്ടെ. ശേഷം ഒരു കുക്കറിലേക്ക് കുറച്ച് ഓയിൽ, ഒരു 1/4 കപ്പൊക്കെ ഓയിൽ ചേർത്ത് കൊടുക്കുക. ചെറിയ സവാള, 2 പച്ചമുളക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവാൻ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ നട്മഗ്, ജാതിപത്രിയും കൂടെ പൊടിച്ചത്, ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുത്തോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫില്ലേ, അത് അരിച്ചെടുത്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം വെള്ളം, ആ ഒരു ബീഫ് സ്റ്റോക്കും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളത്തിലേക്ക് ഉപ്പ്, വിനീഗർ, കഴുകി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ എയറെല്ലാം പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് അവർ റെഡ് കളറെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെറുതെ കുക്കർ ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി കേട്ടോ, ഒരു 3 മിനിറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ കിടിലൻ ടേസ്റ്റുള്ള മുറാദാബാദ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് യൂസ് ചെയ്ത റൈസ് ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസ് ആണ് കേട്ടോ. സൂക്ക് ചെയ്യൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ കഴുകിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയേ. നിങ്ങൾക്ക് ഇതിൻ്റെ ലുക്ക് കാണുമ്പോൾ തന്നെ അറിയില്ലേ ഇത് എത്രമാത്രം ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഭയങ്കര മസാലയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർ കണ്ടുപോയിക്കോ.